ഈ കല്യാണ ദിവസം ചെറുക്കനോ പെണ്ണോ ഒളിച്ചോടിയാൽ ഈ ഇൻഷുറൻസ് പരിധിയിൽ വരില്ല കേട്ടോ. ഈ ഇൻഡിഗോ ഫ്ലൈറ്റ് പണി മുടക്കിയപ്പോൾ വീഡിയോ കോളിലൂടെ കല്യാണം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ദിവസങ്ങൾക്ക് മുന്നേ ഒരു പണിമുടക്കുണ്ടായിരുന്നു. കല്യാണ ദിവസം രാവിലെ കാറ്ററിംഗ് ആരും വന്നില്ലെങ്കിലോ, ഫോട്ടോഗ്രാഫർ മുങ്ങിയാലോ, കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണം മുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ എങ്ങാനും കല്യാണം മുടങ്ങിയാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇതിനൊരു പരിഹാരമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. നമ്മളൊരു 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു കാർ വാങ്ങിയാൽ അടുത്ത ദിവസം തന്നെ അതിനൊരു ഇൻഷുറൻസ് എടുക്കും അല്ലെ? എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ നഷ്ടം വരാതിരിക്കാനല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ 20-25 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി നടത്തുന്ന നമ്മുടെ വീട്ടിലെ ഒരു കല്യാണത്തിന് നമ്മൾ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കാറുണ്ടോ? ഇല്ല. അവിടെയാണ് വെഡ്ഡിംഗ് ഇൻഷുറൻസിന്റെ പ്രസക്തി. ലളിതമായി പറഞ്ഞാൽ, ഒരു വിവാഹം പ്ലാൻ ചെയ്തതുപോലെ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ നഷ്ടം നികത്താൻ സഹായിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് വെഡ്ഡിംഗ് ഇൻഷുറൻസ്. കേരളത്തിൽ നമ്മൾ ലക്ഷങ്ങളാണ് ഓഡിറ്റോറിയത്തിനും ഭക്ഷണത്തിനും സ്വർണത്തിനും ഡെക്കറേഷനും ഒക്കെയായിട്ട് ചെലവാക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇതിനൊക്കെ ഒരു സുരക്ഷ ഒരുക്കാൻ വളരെ ചെറിയൊരു തുക മുടക്കി നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കാം. ഇനി സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നൊരു കാര്യമുണ്ട്. ഈ ഇൻഷുറൻസ് എടുത്താൽ എന്തൊക്കെ നഷ്ടങ്ങൾക്കാണ് പൈസ തിരികെ കിട്ടുക? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, കല്യാണം മാറ്റിവെക്കേണ്ടി വന്നാൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണല്ലോ. വരനോ വധുവിനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ പെട്ടെന്ന് വലിയൊരു അസുഖം വരികയോ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുകയോ ചെയ്ത് കല്യാണം മാറ്റിവെക്കേണ്ടി വന്നാൽ, ഇനി അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹർത്താലോ, വലിയ മഴ, വെള്ളപ്പൊക്കം, ഫ്ലൈറ്റ് മിസ്സാവുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് കല്യാണം മുടങ്ങിയാൽ ഓഡിറ്റോറിയത്തിൽ കൊടുത്ത അഡ്വാൻസ്, കാറ്ററിംഗുകാർക്ക് കൊടുത്ത പൈസ, അങ്ങനെ നിങ്ങളുടെ എല്ലാ നഷ്ടവും ഈ ഇൻഷുറൻസ് കവർ ചെയ്യും. രണ്ടാമത്തെ കാര്യം, സ്വർണമോ പണമോ മോഷണം പോയാൽ. നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യം ഇതാണല്ലോ. കല്യാണ തിരക്കിനിടയിൽ ഗ്രീൻ റൂമിൽ നിന്നോ മറ്റോ സ്വർണമോ സമ്മാനമായി കിട്ടിയ പണമോ ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിന്റെ നഷ്ടവും ഒരു പരിധി വരെ ഈ ഇൻഷുറൻസ് കമ്പനി തരും. മൂന്നാമത്തെ കാര്യം, പന്തലിനോ മറ്റോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ കല്യാണ പന്തലിടുന്നത്. ഷോർട്ട് സർക്യൂട്ട് കാരണമോ മറ്റോ പന്തലിന് തീ പിടിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും പന്തൽ തകർന്നു പോയാൽ ആ നഷ്ടവും ഇൻഷുറൻസിലൂടെ ക്ലെയിം ചെയ്യാം. നാലാമത്തത്, വെണ്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ. ഇതൊരു രസകരമായ കാര്യമാണ്. കല്യാണ ദിവസം രാവിലെ കാറ്ററിംഗുകാരൻ വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർക്ക് വരാൻ പറ്റിയില്ല, വന്നിട്ട് തന്നെ അയാളുടെ ക്യാമറയിലെ മെമ്മറി കാർഡ് കേടായി ഫോട്ടോസ് മൊത്തം പോയി. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. കല്യാണത്തിന് മുൻപ് വരനോ വധുവോ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ ഇൻഷുറൻസ് കമ്പനി പൈസ തരുമോ? ഇല്ല. സിനിമയിൽ കാണുന്ന പോലുള്ള ഇത്തരം ഒളിച്ചോട്ടങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിയല്ല. വരനോ വധുവോ മനഃപൂർവ്വം കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടില്ല. അതുപോലെ തന്നെ മനഃപൂർവ്വം നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങൾക്കും വെഡ്ഡിംഗ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. ഈ കാര്യങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് പോളിസി ഡോക്യുമെന്റ് വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ലക്ഷങ്ങളുടെ കവറേജ് അല്ലേ, അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കാൻ വലിയ തുക കൊടുക്കേണ്ടി വരുമെന്ന്. സത്യത്തിൽ അതല്ല അവസ്ഥ. നിങ്ങളുടെ കല്യാണത്തിന്റെ മൊത്തം ബഡ്ജറ്റിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ പ്രീമിയം ആയിട്ട് വരുന്നുള്ളൂ. ഉദാഹരണത്തിന്, ഒരു 10 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടാൻ ഏകദേശം 7,000 മുതൽ 15,000 രൂപ വരെ മാത്രമേ പ്രീമിയമായി നിങ്ങൾക്ക് ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. ഇത് ഓരോ കമ്പനികളുടെയും പോളിസി അനുസരിച്ച് മാറുന്നതാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ പ്രമുഖ ജനറൽ ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള ബജാജ് അലിയൻസ്, ICICI ലംബാർഡ്, HDFC എർഗോ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയവരൊക്കെ ഇത്തരം വെഡ്ഡിംഗ് ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട്. കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നടത്തുന്ന വലിയൊരു ആഘോഷമാണ് വിവാഹം. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കടങ്ങളും ചിലവാക്കുന്ന സമ്പാദ്യവും ചെറുതല്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ വരുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാൻ ഒരു ചെറിയ തുക ഇൻഷുറൻസിനായി മാറ്റിവെക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഈ വെഡ്ഡിംഗ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ ലളിതമായി മനസ്സിലാക്കാൻ ഫിൻ അക്കാദമിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.